Good afternoon. MIM ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൻ്റെ അവസാനത്തെ ദിവസമാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഉച്ചയ്ക്ക് മുമ്പുള്ള അവസാനത്തെ സെഷനാണ് എന്ന് മനസ്സിലാക്കുന്നു. ഭയങ്കര രസമുള്ളൊരു സമയമൊന്നുമല്ല, പക്ഷെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. കഴിഞ്ഞ 4 ദിവസങ്ങളിലായി അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിക്കൊണ്ട് നിങ്ങൾ സിലബസിനപ്പുറത്തുള്ള കുറേ കാര്യങ്ങളിലൂടെ പറന്നുകൊണ്ടിരിക്കുകയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എല്ലാ ദിവസവും പഠിക്കുന്ന ഒരേ പാഠപുസ്തകങ്ങൾക്കപ്പുറത്ത് സാഹിത്യവും ചരിത്രവും ഒക്കെ ഈ മുറ്റത്ത് സംസാര വിഷയമായിക്കൊണ്ടിരിക്കുന്നു. രസമുള്ളൊരു കാര്യം പറയട്ടെ. ഇപ്പം സമയം ഏകദേശം 12:46 കേട്ടോ. പഠിച്ചവനെ വിളിക്കണ്ട, ക്ലോക്ക് പറഞ്ഞുതരും. ഇപ്പം ഇന്ത്യയിലെ സമയം 12:46. ന്യൂയോർക്കിലെ സമയം രാത്രി 2:15. എത്ര? 2:15. ഒരു 2:15 ആണെന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ 2:14. എന്നൊരു 16 കൂട്ടാം. വേണ്ടടാ, അത്രയ്ക്ക് എത്തിയിട്ടില്ല. ആ സമയത്ത് ഇത് ഭയങ്കര രസമുള്ളൊരു കാര്യം എന്ന് പറഞ്ഞത്, ന്യൂയോർക്കിൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു. അമേരിക്കയിൽ ന്യൂയോർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ അവിടുത്തെ മേയർ ആവാൻ വേണ്ടിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ചുകൂടി ചർച്ചയായതുകൊണ്ടാണ് നമ്മൾ ഈ വാർത്ത കുറച്ചുകൂടി ഡീപ്പായിട്ട് ശ്രദ്ധിക്കുന്നത്. അങ്ങനെ മേയർ തെരഞ്ഞെടുപ്പ് നടക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേ ആയി. ഇന്ന് രാത്രിയാണ്, അഥവാ ഇന്ന് നമ്മൾ നേരം വെളുത്തപ്പോഴാണ് അവിടെ റിസൾട്ട് വന്നത്. അവിടുത്തെ രാത്രിയിലാണ് റിസൾട്ട് വന്നത്. റിസൾട്ട് വന്നതിന് ശേഷം വിജയിച്ചൊരു മനുഷ്യനുണ്ട്. സൊഹറാൻ മംദാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സൊഹറാൻ മംദാനി ഇതുപോലെ വിജയിച്ച ശേഷം ആളുകളെ അഭിസംബോധന ചെയ്ത് ഇന്ന് രാത്രി അവിടെ സംസാരിക്കുകയായിരുന്നു. വീണ്ടും പറയുന്നു, നമ്മുടെ പുലർച്ചെ. അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ കോട്ട് ചെയ്തത് ആരുടെ വാക്കുകളാണെന്നറിയോ? ഈ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു പക്ഷേ ലോകത്തിൻ്റെ സെൻറ്റർ എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു മുതലാളിത്ത രാജ്യത്തിൻ്റെ സെൻറ്റർ എന്ന് വിളിക്കാൻ പറ്റുന്ന ന്യൂയോർക്കിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവിടെ വിപ്ലവാത്മകമായൊരു വിജയിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അവിടുത്തെ പ്രസിഡൻ്റായ ഡൊണാൾഡ് ട്രംപ് കുറേ കാര്യങ്ങൾ കൊണ്ട് അപഹസിച്ചൊരു മനുഷ്യൻ കൂടിയാണ് ഈ വിജയിച്ച് നിൽക്കുന്ന ആൾ. ആ വിജയിച്ച് നിൽക്കുന്നയാൾ ഇന്നിതാ കുറച്ചു മുമ്പ് ലോകത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചപ്പോൾ ഉദ്ധരിച്ചത് നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ വാക്കുകളായിരുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ അർദ്ധരാത്രിയിൽ നെഹ്റു പറഞ്ഞ വാക്കുകൾ അതാണ്, ഈ അർദ്ധരാത്രിയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ സ്വാതന്ത്ര്യത്തിലേക്ക് കൺതുറക്കുന്നു എന്ന്. ഇന്ന് 2025 നവംബർ മാസം അത് ആവർത്തിച്ചുകൊണ്ട് ന്യൂയോർക്കിൽ ഇരുന്നുകൊണ്ട് ഒരു സൊഹറാൻ മംദാനി പറയുന്നു, ഇന്ന് ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ നമ്മൾ പുതുമയിലേക്ക്, സ്വാതന്ത്ര്യത്തിലേക്ക് കൺതുറക്കുകയാണ് എന്ന്. നമ്മൾ ചർച്ച ചെയ്തില്ലെങ്കിലും, നമ്മൾ വീണ്ടും അധികം പറഞ്ഞില്ലെങ്കിലും, ലോകം നമ്മളെ ഓർത്തുകൊണ്ടിരിക്കുന്ന, നമ്മുടെ ചരിത്രത്തെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. സൊഹറാൻ മംദാനിയുടെ ഏറ്റവും രസമുള്ള, എനിക്ക് ഏറ്റവും ഇഷ്ടമായൊരു കാര്യം എന്താണെന്നറിയോ? അയാൾ വിജയിച്ചു വന്നപ്പോൾ അയാളുടെ പ്രചരണത്തിലുടനീളം അയാൾ പിടിച്ചൊരു ബാനർ ഉണ്ടായിരുന്നു. നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവില്ല, ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി എന്താണെന്ന് പറയുന്ന ഒരു തലവാചകം. മംദാനീൻ്റെ തലവാചകം എന്തായിരുന്നു അറിയോ? ടൈം ഈസ് നൗ എന്ന് വെച്ചാൽ ഇത് നമ്മളെ സമയമാണ് എന്ന് ഉദ്ധരിക്കുന്ന our time is now. Our time is now. നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി രസമായിട്ട് മലയാളത്തിലേക്ക് ഇത് നമ്മളെ സമയമാണ് എന്ന് പരിഭാഷപ്പെടുത്താം. ന്യൂയോർക്കിൽ ഇരുന്നുകൊണ്ട് ഒരു സൊഹറാൻ മംദാനി നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്, ഗൈസ്, സ്വപ്നം കാണുന്നവരുണ്ടോ? നിലപാടുള്ളവരുണ്ടോ? അഭിപ്രായങ്ങളുള്ളവരുണ്ടോ? മുന്നോട്ട് നീങ്ങാൻ താല്പര്യമുള്ളവരുണ്ടോ? ഇത് നിങ്ങളുടെ സമയമാണ്. ഇത് നമ്മുടെ സമയമാണ്. ഈ സമയം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ് എന്നതിനെക്കുറിച്ച് മാത്രം കുറച്ച് കാര്യങ്ങൾ ഈ കുട്ടികളുമായി സംസാരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇങ്ങോട്ട് വരുന്ന വഴി എന്നെ കൂട്ടാൻ വന്ന 2 മാഷന്മാരിനപ്പുറത്ത് നിൽക്കുന്നു. ആ 2 മാഷന്മാരും നോക്കണ്ട, ഇങ്ങോട്ട് നോക്കിക്കോ. മാഷന്മാരെപ്പോഴും കാണാം, എന്നെ വളരെ കുറച്ച് സമയം കാണാൻ പറ്റുള്ളൂ. മാഷന്മാർ എന്നോട് പറഞ്ഞത്, ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രോമിസിങ് ആയ കുറേ കുട്ടികളുടെ തലകളാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ആ കുട്ടികളോടാണ് നിങ്ങൾ സംസാരിക്കാനുള്ളതെന്ന്. എനിക്കൊരു ബേജാറ് കയറി. പടച്ചറബേ, എന്നെക്കാൾ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാരോടാണല്ലോ ഞാൻ സംസാരിക്കേണ്ടത് എന്ന്. അതെ, ഞങ്ങളെക്കാൾ ഏറ്റവും പ്രബുദ്ധരായ കുട്ടികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ അഹങ്കരിക്കുന്ന പലതിനേക്കാളും വളരെ മെച്ചുവേർഡായിട്ടുള്ള,
വളരെ എന്താ പറയുക അപ്ഡേറ്റഡ് ആയിട്ടുള്ള കുറേ കുട്ടികളാണ്. ഈ കുട്ടികളോട് ഒരു ചോദ്യം ചോദിച്ചു തുടങ്ങാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മൈക്ക് ഉണ്ടല്ലോ അല്ലേ മാഷെ? ഞാൻ റാൻഡമായിട്ട് കുറച്ച് ചോദ്യം ചോദിക്കാം. എനിക്ക് നിങ്ങളൊന്ന് അളക്കാൻ വേണ്ടിയിട്ടാണേ. നിങ്ങൾ റെഡിയാണോ? 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 ഒന്നുകൂടി ഉറക്കപ്പെടാൻ റെഡിയാണോ? അലറല്ലടാ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ, ഇവിടെ വാ. അവൻ്റെ പേരെന്താ? കെ സി വേണുഗോപാൽ എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡാ. കെ സി വാ, കെ സി എണീക്കണേ. ആ ബാട കെ സി, ഇങ്ങോട്ടേക്ക്. കെ സിന്റെ ഫുൾ നെയിം എന്താ? മുഹമ്മദ് കേച്ചി. ആ ഓക്കെ. മുഹമ്മദേ, ഇപ്പോൾ വർഷം 2025, 2030 എവിടെ ആയിരിക്കും? എൻ്റെ ഒരു വൈൽഡസ്റ്റ് ഇമാജിനേഷൻ, എൻ്റെ ഒരു തോന്നൽ എവിടെ ആയിരിക്കും? അതും അറിയില്ല. ഈ വലുതായി ആരാവണം എന്നൊക്കെ ആഗ്രഹിക്കുന്നേ? നമ്മളിങ്ങനെ വിചാരിക്കില്ല, നമ്മൾ ചെറുതാകുമ്പോൾ നമ്മൾ വലുതായി എന്നെ ആളാവണം അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ? എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടോ? ഈ ആഗ്രഹിക്കുന്നില്ല. ഇവനൊരു കൈയടി കൊടുക്കുവോ? ഇനി മൈക്ക് മാഷിന് കൊടുക്കുക, എന്നിട്ട് ഇങ്ങോട്ടോ ആ ബാഗ് ഒന്ന് മാറ്റി കൊടുക്കണേ. കുറച്ച് നേരം ഇവിടെ ഇരിക്കുന്നതിൽ വിരോധമില്ലല്ലോ. അവിടെ ഇരി. പ്ലസ് വണ്ണോ പ്ലസ് ടുവോ? പ്ലസ് വണ്ണിലിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവൻ 2030 ഇതിലും വലിയ സ്ഥലത്തിരിക്കുന്നു. നമുക്ക് ഉറപ്പല്ലേ? എന്നാ അടുത്ത ആള് വാ. ആർക്കെങ്കിലും എണീറ്റ് സംസാരിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടോ? ഓക്കെ, എനിക്കൊന്ന് പരിചയപ്പെടുത്തി തരുമോ? നിന ഖദീജ. നിന പ്ലസ് വൺ ഓർ പ്ലസ് ടു? പ്ലസ് വൺ. ഏത് ക്ലാസ്സാ? ഹ്യൂമാനിറ്റീസ്. ഓക്കെ, ഗുഡ്. നമ്മളെന്താ വലുതായി ആവുക? കറന്റ് എനിക്ക് സിവിൽ സർവീസ്, IAS. നിങ്ങൾക്ക് ഈ വിശന്ന കയ്യടി മാത്രമേ ഉള്ളൂ, ഊർജ്ജമുള്ള കയ്യടിയൊന്നുമില്ല? ഓള് സിവിൽ സർവൻ്റ് ആയി വരുമ്പോഴും നമ്മളിതാ ഇതുപോലെ വേദിയിൽ ഇടം കൊടുക്കും കേട്ടോ. ഇൻഷാ അല്ലാ ആയി തീരട്ടെ. വളരെ നല്ല ആഗ്രഹം. ഇനി ഈ ആ മൈക്കും കൊണ്ട് അങ്ങോട്ട് പോ. ഒരു 5ാമത്തെ റോല് 5ാമത്തെ കുട്ടിക്ക് കൊടുക്കും. ഹലോ, പേര് പറഞ്ഞ് പരിചയപ്പെടുത്തിത്താ. ഓ സമയം എടുത്തു. ഒരു കുഴപ്പമില്ല. എൻ്റെ പേര് സാൻഫ. ആ ഓക്കെ, ഗുഡ്. എയിം എന്താന്ന് പറ. അങ്ങനൊന്നുമില്ല. അതിന് നമുക്ക് കയ്യടി കൊടുത്തൂടെ? ഇനി ഇതേ ഉത്തരമുള്ള എത്ര ആൾക്കാർ ഇതിൻ്റെ ഉള്ളിലുണ്ട്? ഞാൻ ഈ മൈക്കും തന്ന് എന്താ നിങ്ങൾ ഈ ഭാവിയിൽ ആവാൻ തീരുമാനിച്ചെന്ന് ചോദ്യം ചോദിച്ചാൽ അങ്ങനെയൊന്നുമില്ല, പ്ലാൻ നിലവിലായിട്ടില്ല എന്ന് പറയും എന്ന് ഉറപ്പുള്ള എത്ര ആൾക്കാരുണ്ട്? ഒന്ന് കൈപ്പൊക്കോ. ഞാനില്ല. ഓക്കെ, ഗുഡ്. സത്യസന്ധമായ ഉത്തരം പറഞ്ഞ കുട്ടികൾക്ക് അഭിനന്ദനങ്ങൾ. ഇനി നമുക്ക് ആൺകുട്ടികളുടെ ഭാഗത്തേക്ക് പോകും. വളരെ തീരുമാനിച്ചുറപ്പിച്ച ജീവിതത്തെക്കുറിച്ച് നല്ല ധാരണയുള്ള കുട്ടികളാണ് വരും. ഒരൊറ്റ കൈ ഇവിടുന്ന് പൊന്തിയിട്ടില്ല. അതുകൊണ്ട് ആ മൈക്കടേനു സോറി സാർ. ഇവിടെ ഏത് റോയിൽ ഏത് ആളെ പിടിക്കണമെന്ന് എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്. എന്നാലും ഒരു 6ാമത്തെ റോയിൽ 3ാമത്തെ ആളെ ഞാൻ പിടിക്കാം.
ആ മൂന്നാമത്തെ ആളാരാ? ആ മൈക്ക് വാങ്ങടാ, പറ, പേര് പറ, ക്ലാസ് പറ. എൻ്റെ പേര് ധൻഹാൻ. ആഹാ, F4 കൊമേഴ്സ്. ധൻഹൻ ഡിയാ? ഓക്കെ, ഗുഡ്. അപ്പൊ എന്താടാ എയിം? ബിസിനസ്സിലേക്ക് ഇറങ്ങി. ബിസിനസ്സിലേക്ക് ഇറങ്ങണം ഇൻഷാ അല്ലാ. എന്നിട്ട് അന്നത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഈ സ്പോൺസർ ചെയ്യണേ. മാഷെ ഏതെങ്കിലും ഒരു കുട്ടിക്കും കൂടി അങ്ങ് കൊടുത്തിട്ടിങ്ങ് പോര്. നിങ്ങൾ ഏറ്റവും നല്ല കുട്ടിക്കൊന്നും കൊടുക്കല്ലേ. അതെ അതെ, കുറെ ഫാൻസ് ഉള്ള ഒരാളില്ല, അയാൾക്ക് കൊടുക്കണ്ട, അപ്പുറത്തുള്ള ആൾക്ക് കൊടുക്കി. ആ എണീറ്റ് എണീറ്റ്, അന്നെ ഞാൻ സ്പോട്ട് ചെയ്തിക്ക്. ആ ഞാൻ സഫ്വാൻ. ഏതാ ക്ലാസ്? +2. എന്തായി തീരുന്ന വിചാരിക്കുന്നേ? എഞ്ചിനീയർ. ഏത് കോളേജിലാണ് എഞ്ചിനീയറിംഗ്? ഏത് സ്ട്രീമാണ് എടുക്കാൻ ആഗ്രഹിക്കുന്നേ? എഞ്ചിനീയറിംഗിൽ ഏതാടാ? സിവിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താവും? ഏതാ ക്ലാസ് എന്ന് പറഞ്ഞില്ല. +2 ഏതാ സ്ട്രീം? ഏതാ? ജേർണലിസം. എഞ്ചിനീയറിംഗിനുള്ള അടിസ്ഥാന യോഗ്യത എന്താണെന്നറിയോ? അറിയോ? സോറി. എന്നാ പറ, ഇതല്ലാണ്ട് എന്തായി തീരും? ഈ ജേർണലിസം എടുത്തോ എന്തുകൊണ്ടാ? ഹ്യൂമാനിറ്റീസ് ജേർണലിസം എടുത്തോ എന്തുകൊണ്ടാ? കിട്ടിപ്പോയതാണ്, ആഗ്രഹിച്ചിട്ടില്ല. ഇനിയിപ്പോ എത്തിപ്പെട്ടല്ലോ, ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? പറഞ്ഞു, ഈ ധൈര്യമായിട്ട് പറഞ്ഞോ. ഇവരൊക്കെ അങ്ങ് ബ്ലറാക്കി കളഞ്ഞേക്ക്. മാഷന്മാരൊന്നും ഇവിടെ ഇല്ലാന്നങ്ങ് കയറ്റിക്കോ. ഈ പറ. ബിസിനസ്സിലേക്ക് ഇറങ്ങും. ഓ, ടാക്ടിക്സ് എനിക്ക് ഇഷ്ടപ്പെട്ടു. വെച്ചോ, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും ഓൻ എവിടെയെങ്കിലൊക്കെ എത്തിപ്പെടും എന്ന് എനിക്ക് ഉറപ്പാ. ഒരു മിനിറ്റ് മാഷെ, ഓന്റെ കയ്യിൽ തന്നെ കൊടുത്തോളൂ. ഞാൻ ഓനെ വളണ്ടിയറായി പ്രഖ്യാപിച്ചു. ഇങ്ങോട്ടോ, ഇവിടെ ഇരുന്നു. ഇനി ഒറ്റ ആളും കൂടി മതി എനിക്ക്. നമുക്ക് സമയം വളരെ കുറവാണ്. ഒരൊറ്റ ആളും കൂടി മതി. പിന്നെ എനിക്ക് പെട്ടെന്ന് അങ്ങ് പറയാനൊരു ബുദ്ധിമുട്ടുണ്ട്. ഭയങ്കര നല്ല കുറേ കുട്ടികളുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള, നമ്മൾ അങ്ങനത്തെ ആളുകളിലേക്കൊന്നും പോയിട്ടില്ല. വളരെ റാൻഡമായിട്ട് കുറച്ച് ആൾക്കാർ എടുത്തു എന്നേ ഉള്ളൂ. ഇനി ഗേൾസിൻ്റെ ഭാഗത്തു നിന്ന് ഒരാൾ എടുക്കും സാർ. ഹായ്, പരിചയപ്പെടുത്തുവോ? നിയ മെഹറിൻ. നിയ മെഹറിൻ. മെഹർ റിൻ. നിയ മെഹറിൻ. നിയ മെഹർ ഇൻ. ഓക്കെ, മനസ്സിലായി. എന്താടാ ആഗ്രഹിക്കുന്നേ? ഡോക്ടറാണ്. ഇൻഷാ അല്ലാ. ഇപ്പം സയൻസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് എവിടെയാ പോവുക? അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ നമുക്ക്? MBBS. ലൈക്ക് കോച്ചിങ് എടുക്കണോ അതോ നേരെ എൻട്രൻസ് എഴുതുമോ? നേരെ കിട്ടിക്കുന്ന. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ. വീണ്ടും നിങ്ങളെ കയ്യടിക്ക് വിശന്ന് തുടങ്ങി, ദാരിദ്ര്യം പിടിച്ചു. ഒരു നല്ല കൈയടിതാ. താങ്ക് യു സോ മച്ച്. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ കുട്ടികളാണ് അവിടെ ഇരിക്കുന്നത്. പലരും പല ചിന്തകളുള്ള, പല ബാക്ക്ഗ്രൗണ്ടുള്ള, പല ആഗ്രഹങ്ങളില്ലാത്ത കുട്ടികളാണ്. ഇതിൽ നിന്നും വളരെ റാൻഡമായിട്ട് ഒരു 4-5 ആളുകളാണ് ഇവിടെ സംസാരിച്ചത്. പക്ഷെ ആ 4-5 ആളുകളെ വെച്ച് ഞാനൊരു ജനറലൈസ്ഡ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം.
വളരെ ക്ലിയറായിട്ട് ഉത്തരം പറഞ്ഞ ഒരു ഭാവിയിലെ സിവിൽ സർവൻ്റ് ഇവിടെയുണ്ട്, ഒരു ഡോക്ടർ ഇവിടെയുണ്ട്, ഒരു എൻജിനീയർ ഇവിടെയുണ്ട്, ഒരു ബിസിനസ് മാൻ ഇവിടെയുണ്ട്. ആവാട്ടോ, ഇനി അവസരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. സത്യമായിട്ടും എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇനിയും എൻജിനീയർ ആവാട്ടോ. പിന്നെ ഈ +2 ഹ്യൂമാനിറ്റീസ് എടുത്തു പോയി എന്നുള്ളൊരു പ്രശ്നമൊന്നുമല്ല, അവസരം ഇനിയുണ്ട്. അപ്പം ഇങ്ങനെ പല ആഗ്രഹങ്ങളില്ല, എന്നാൽ ആഗ്രഹങ്ങളില്ലാത്ത കുറേ ആൾക്കാരുണ്ട്. ഇനി എല്ലാവരോടും കൂടി ഒരൊറ്റ ചോദ്യം എനിക്ക് ചോദിക്കാനുള്ളൂ, നിങ്ങൾക്ക് എന്തിനാ പഠിക്കണേ എന്നതിൽ നിങ്ങൾക്ക് ധാരണയുണ്ടോ? ഇല്ല. ഇല്ലാന്ന് സത്യസന്ധമായി പറഞ്ഞ ആൾക്കാരുടെ ഓക്കെ ഇവിടെ ഉണ്ട്. ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ടെന്ന് ഉറപ്പുള്ള ആൾക്കാരെ കൈവയ്ക്കുമോ? 1 2 ഡോക്ടറെ 3 4 5 6 ലെസ് ദാൻ 10. ഇനി ഒരു അഭിപ്രായം ഇല്ലാന്നുള്ള ആൾക്കാരൊന്ന് കൈപ്പൊക്കോ? 2 കൈപ്പൊക്കുന്ന ഫൗളാണേ. ഓക്കെ, ലെസ് ദാൻ 10. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര വലിയൊരു കാര്യങ്ങളൊന്നും ഇവിടെ പറയാനില്ല. എനിക്ക് പറയാനുള്ളത് ചെറിയ കാര്യമാണ്. അഥവാ നിങ്ങളിവിടെ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായൊരു കാലഘട്ടത്തെ ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്ലിഷേ ഡയലോഗാണ്, ഏത് സമയത്തും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഡയലോഗ്. നിങ്ങൾ കോളേജിൽ പോയാലും പറയാം, +2 പഠിച്ചാലും പറയാം, ഹൈസ്കൂളിൽ പഠിച്ചാലും പറയാം, വേണമെങ്കിൽ LKG കുട്ടിയോട് പറയാം, നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടമാണ് നീ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന റെഡിമെയ്ഡ് ഡയലോഗ്. പക്ഷേ സത്യമായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമായൊരു സമയത്തെയാണ് നിങ്ങളിവിടെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത്. പറഞ്ഞ പോലെ എല്ലാത്തിനും ലൈസൻസ് കിട്ടാനുള്ള 18ലേക്ക് നിങ്ങൾക്ക് വളരെ കുറച്ച് ദൂരങ്ങൾ കൂടി ബാക്കിയുള്ളൂ. നിങ്ങളിപ്പോഴും വീട്ടിലെ കുട്ടിയാണ്, എന്നാൽ മുതിർന്നതാണ് എന്ന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് തീരുമാനങ്ങൾ എടുക്കാനും പറയാനും അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാനും ഒക്കെ പറഞ്ഞ് തുടങ്ങുന്ന ഒരു സമയമാണ്. നിങ്ങളുടെ നെറ്റ്വർക്കിങ്ങിനെ ഏറ്റവും വലുതാക്കാൻ പറ്റുന്നൊരു സമയമാണ്. ആ ഏറ്റവും മനോഹരമായൊരു സമയത്തെ നിങ്ങൾ സ്കൂളിൽ കിടന്ന് വേസ്റ്റ് ചെയ്യണോ എന്ന ചോദ്യം വീണ്ടും ഞാൻ ചോദിക്കുന്നു. അധ്യാപകർ ക്ഷമിക്കുക, ഈ നല്ലൊരു സമയം നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാം. രാവിലെ എഴുന്നേറ്റ് വൈകുന്നേരം വരെ റീല് കാണുകയോ സ്നാപ്പിൽ അപ്ഡേറ്റ് ചെയ്യുകയോ ചെയ്താൽ എന്തൊരു മനസമാധാനം കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ എന്തോന്നിനാണ് നമ്മൾ ഈ സ്കൂളിൽ സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്? നമ്മൾക്കൊട്ടും വിശ്വാസമില്ലാത്ത പരീക്ഷാ സമ്പ്രദായങ്ങൾക്ക് പുറകെ ഓടി A+ കിട്ടി, A+ കിട്ടാതെ അതിനുവേണ്ടി വിഷമിച്ച് ആത്മഹത്യ ചെയ്ത് എന്തിനാണ് നമ്മൾ ഈ സമയത്തെ വേസ്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉപയോഗപ്പെടില്ല എന്ന് ഉറപ്പുണ്ടായിട്ടും വീണ്ടും നിങ്ങൾ ഈ രാവിലെ യൂണിഫോമും കെട്ടിവലിച്ച് സ്കൂളിലേക്ക് വന്ന് ഉച്ചഭക്ഷണം ലിമിറ്റഡായി തിന്ന് വൈകുന്നേരം എന്തിനാണ് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് എന്നിത്യാദി ചോദ്യങ്ങൾ നിങ്ങൾക്ക് മുന്നിലുണ്ട്. ഈ ചോദ്യങ്ങൾക്ക് ഒരുപക്ഷെ എൻ്റെ മുന്നിലോ മൈക്കിലോ ഉത്തരം പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലൊരു ഉത്തരം ഉണ്ടാവുമെന്ന് കൂടി ഞാൻ പ്രതീക്ഷിക്കുകയാണ്. മാഷന്മാർ വിചാരിക്കും ഇയാൾ ഈ പെണ്ണിനൊന്നും വലിച്ചു കെട്ടി കൊണ്ടുവരുന്നില്ല എന്ന്. നാളെ സ്കൂളിനെ കുട്ടികൾ പോയാലും കഴിഞ്ഞല്ലോ. പക്ഷെ അല്ല, ഞാനൊരു ഉത്തരം കൂടി കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കാം. ഈ മനോഹരമായൊരു കാലഘട്ടത്തെ നിങ്ങൾ സ്കൂളിൽ ചെലവഴിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കാൻ തന്നെയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിധി നിർണ്ണയിക്കാൻ തന്നെയാണ്. ഇതൊരു പക്ഷെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പാവില്ല. 18 വയസ്സ് വരെ ഇന്ത്യയിലെ നിയമപ്രകാരം മെജോറിറ്റി ആക്ട് പ്രകാരം 18 വയസ്സ് വരെ ഒരു കുട്ടി ചൈൽഡാണ്, കുട്ടിയാണ്, മുതിർന്ന ഒരു മനുഷ്യനല്ല. ആ കുട്ടിയുടെ ജീവിതത്തിൽ എന്ത് തീരുമാനങ്ങൾ എടുക്കണം എന്നതിന് ഗവൺമെൻറ്റിനോ പാരൻസിനോ കൃത്യമായ റോളുണ്ട്. 18 വയസ്സിന് മുൻപ് നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വാങ്ങാനോ ഒരു സാധനം വാങ്ങാനോ സ്വന്തമായി നിങ്ങളുടെ പേരിൽ രജിസ്റ്റർ ചെയ്യാനോ അത് വിൽക്കാനോ സാധ്യമല്ല. 18 വയസ്സിന് മുമ്പ് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നല്ല ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടു, അയാളുടെ കൂടെ ഇറങ്ങിപ്പോകണമെന്ന് നിങ്ങൾ വിചാരിച്ചാലും അത് സാധ്യമല്ല. 18 വയസ്സിന് മുൻപേ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾക്ക് ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഗവൺമെൻറ്റിന് നിങ്ങളുടെ കാര്യത്തിൽ കൃത്യമായിട്ട് ഇടവരാനുള്ള സ്കോപ്പുണ്ട്. നമ്മുടെ നാട്ടിൽ നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം കുട്ടികൾക്ക് നിർബന്ധമാണ്. ഭരണഘടന നിർബന്ധമാണ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. അത് എല്ലാ കുട്ടികൾക്കും കൊടുത്തിരിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കുട്ടികൾ പഠിച്ചിരിക്കണം. കുട്ടികൾ പഠിച്ചിട്ടില്ലെങ്കിൽ അത് ആരുടെ പോരായ്കയാണ്? അത് ഗവൺമെൻറ്റിൻ്റെ പോരായ്കയാണ്, അതിൻ്റെ പോളിസി മേക്കിങ്ങിൻ്റെ പോരായ്കയാണ്, രക്ഷിതാക്കളുടെ പോരായ്കയാണ്, ഒരു പരിധിവരെ ശരിയല്ലാത്തൊരു പ്രവണതയാണ്. അതുകൊണ്ട് ഞങ്ങൾ സ്കൂളിലേക്ക് അയക്കുന്നു. അല്ല, പകരം ഒരു കുട്ടി വളരുന്ന സമയത്ത്
അവരുടെ പിയർ ഗ്രൂപ്പ്, അവരുടെ ഒപ്പമുള്ള മനുഷ്യർ, അവരോട് എങ്ങനെ ഇടപഴകി ജീവിക്കണം എന്നുള്ളതിനൊക്കെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കിട്ടുന്നൊരിടം സ്കൂൾ തന്നെയാണ്. ഈ കാലത്ത് നമുക്കൊരു സ്കൂളിൽ പോയി പഠിക്കണം എന്നൊരു നിർബന്ധമില്ല. ഇവിടെ തന്നെ 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് വന്ന കുട്ടികളാണല്ലോ നിങ്ങൾ. SLC പരീക്ഷക്കടക്കം തലേ ദിവസത്തെ ചില സ്വകാര്യ ട്യൂഷൻ സെൻറ്ററുകളുടെ മാരത്തൺ ലൈവ് കണ്ട് പരീക്ഷ എഴുതി പാസ്സായ കുട്ടികൾ ഉറപ്പായും ഇതിനകത്തുണ്ടാവും. ഒരു അധ്യാപകനോ അധ്യാപികയോ കഴിഞ്ഞ വർഷം 360 ദിവസം അല്ലെങ്കിൽ 300 ദിവസം 200 പ്രവൃത്തി ദിവസങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ തലേന്നത്തെ പരീക്ഷ പേപ്പർ മുൻനിർത്തിയുള്ള ഒരു വാല്യുവേഷൻ വളരെ പ്രധാനപ്പെട്ടതായി തോന്നിയേക്കാം. സ്വാഭാവികമായും ഈ കാലത്ത് ചോദ്യം വരും, പിന്നെ എന്തിനാ നമ്മൾ ഈ സ്കൂളിൽ പോയി സമയം കളയുന്നതെന്ന്. തലേ ദിവസത്തെ ഒരു മാരത്തൺ ലൈവ് സെഷനിലിരുന്നാൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. നിങ്ങൾക്ക് സ്കൂളിൽ എവിടെയും പോവാതെ ഹോം സ്കൂളിംഗ് വളരെ കൃത്യമായിട്ട് നടത്താം. അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ട്യൂഷൻ സെൻറ്ററുകൾ ഓൺലൈനിൽ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ 24 മണിക്കൂർ ലഭ്യമാണ്. ഈ മൊബൈൽ ഫോണും കുത്തിയിരുന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം. പരീക്ഷ എഴുതാൻ പോലും നമുക്ക് സ്കൂളുകളുടെ ആവശ്യമില്ലല്ലോ എന്ന് ആലോചിക്കാം. ഇനി പരീക്ഷ പോട്ടെ, ഇതൊന്നും അല്ലാത്ത കുറേ ലൈഫ് സ്കിൽസാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നിരിക്കെ നിങ്ങൾക്ക് നല്ലൊരു ബിസിനസ്മാൻ ആവാൻ 18 വയസ്സിൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ നല്ലൊരു കച്ചവടക്കാരനാവാൻ ഈ പ്രായത്തിലും നിങ്ങൾക്ക് സാധ്യമാണ്. പക്ഷെ നിങ്ങൾ നല്ലൊരു കച്ചവടക്കാരനാവാനല്ല, സ്കൂളിൽ വരാനാണ് തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ രക്ഷിതാവോ ഈ ഗവൺമെൻറ്റോ നിങ്ങൾ സ്കൂളിലിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. ഈ രാജ്യം നിങ്ങൾ സ്കൂളിലിരിക്കാനാണ് താല്പര്യപ്പെടുന്നത്. അയ്യോ, 12ാം വയസ്സിൽ നല്ലൊരു സംരംഭകനാവുമായിരുന്ന ഇവൻ്റെ എല്ലാ ശേഷിയും ഈ സ്കൂളിംഗ് സമ്പ്രദായം നഷ്ടപ്പെടുത്തി എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. നമ്മൾ നമ്മുടെ റീലുകളിൽ നിരന്തരമായി കാണുന്ന മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ സംസാരങ്ങളിൽ നിരന്തരമായി കാണുന്ന ഒരു വലിയ വാചകമുണ്ട്, ഡ്രോപ്പ് ഔട്ട്സ് ആണ് ഈ ലോകത്തെ സൃഷ്ടിച്ചതെന്ന്. ഈ ലോകത്തെ ഏറ്റവും നല്ല സംരംഭകരൊക്കെ സ്കൂളിലെ ഡ്രോപ്പ് ഔട്ട്സ് ആയിരുന്നു. അവർ ഡിഗ്രി വാങ്ങിയിട്ടില്ല, അവരവരുടെ കോൺവൊക്കേഷനിൽ പങ്കെടുത്തിട്ടില്ല. നമ്മൾ ഒരുപാട് ആളുകളുടെ പ്രസംഗവും കേട്ടിട്ടുണ്ട്. ആ പ്രസംഗങ്ങളിലൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇവിടുത്തെ അഭിമാനപൂർവ്വം ഞാൻ ഇവിടെ നിൽക്കുന്നത് ഈ സ്കൂളിലെ അല്ലെങ്കിൽ ഈ കോളേജിലെ ഒരു ഡ്രോപ്പ് ഔട്ട് ആയിക്കൊണ്ടാണ്. പക്ഷേ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ എനിക്ക് സാധിക്കുന്നു. എൻ്റെ ക്ലാസ്സിൽ നിന്ന് ഞാൻ തോറ്റു, എൻ്റെ കൂടെയുള്ള കുട്ടികളെല്ലാം ജയിച്ചു. ആ ജയിച്ച കുട്ടികളെല്ലാം ഇന്ന് എൻ്റെ എംപ്ലോയീസാണ്, ഞാൻ അവരുടെ മുതലാളിയാണ്. നമുക്കെപ്പോഴും ഭയങ്കരമായി മോട്ടിവേഷൻ തരുന്ന കുറേ വാചകങ്ങളാണ്. സ്കൂളിൽ പോയവരൊന്നും ലോകം സൃഷ്ടിച്ചിട്ടില്ല എന്ന്. പക്ഷേ നമ്മുടെ കൺകെട്ടി മറക്കുന്ന കുറേ വാർത്തകളാണ്, അല്ലെങ്കിൽ നമ്മൾ പകുതി മാത്രം കേട്ടിട്ടുള്ള പകുതി സത്യങ്ങൾ മൂടി വെച്ചിട്ടുള്ള കുറേ വാർത്തകളാണ്. അല്ല, ഒരു സ്കൂളാണ് നിങ്ങളെ ഷേപ്പ് ചെയ്യുന്നത്. നിങ്ങൾ എവിടെയാണോ ജീവിക്കുന്നത്, നിങ്ങൾ ഏത് മനുഷ്യരുടെ കൂടെയാണോ ജീവിക്കുന്നത്, അതാണ് നിങ്ങളുടെ ഈ പ്രായത്തെ ഷേപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഈ സ്കൂളിലും പഠിക്കാം, മറ്റൊരു സ്കൂളിലും പഠിക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് സ്കൂളിലും പഠിക്കാം. വിദ്യാഭ്യാസ നിലവാരം തീരെ താഴെയുള്ളൊരു സ്കൂളിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. വിദ്യാഭ്യാസ നിലവാരം ഏറ്റവും മുകളിലുള്ളൊരു സ്കൂളിലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ആ സ്കൂളിൽ എവിടെ പഠിച്ചാലും ഞാനല്ലേ എന്ന് നിങ്ങൾക്ക് വിചാരിക്കുകയും ചെയ്യാം. അല്ല, ഏത് സ്കൂൾ തിരഞ്ഞെടുക്കുന്നു എന്നതിൽ നിങ്ങളല്ലാതാവുന്നുണ്ട്. വിദ്യാഭ്യാസ നിലവാരം താഴെയുള്ള കുട്ടികൾ പഠിക്കണമെന്ന് നിർബന്ധമേ ഇല്ലാത്ത, കുട്ടികളുടെ സ്വഭാവം എന്തായാലും അതങ്ങനെ പോവട്ടെ എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥാപനത്തിൽ നിങ്ങൾ പഠിച്ചാൽ നിങ്ങളുടെ സ്വഭാവവും അതുതന്നെയായി തീരും. പിയർ ഗ്രൂപ്പാണ് ഈ കാലത്ത് നമ്മുടെ സ്വഭാവത്തെ നിർണ്ണയിക്കുന്നത്. നമ്മുടെ എൻവയോൺമെൻറ്റാണ് നാം എന്ന വ്യക്തിയെ രൂപപ്പെടുത്തുന്നത്. ഒരു സ്കൂൾ രൂപപ്പെടുത്തുന്നത് നിങ്ങളെന്ന വ്യക്തിയാണ്. ഒരു പക്ഷേ ഈ നാട്ടിൽ ഒരുപാട് സ്കൂളുകളുണ്ട്, എൻ്റെ അടക്കം നാട് നമ്മൾ ഒരുപാട് സ്കൂളുകൾ കാണാറുണ്ട്. പക്ഷേ ഇത്ര ദിവസത്തെ പ്രവൃത്തി ദിവസം മാറ്റിവെച്ച് ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടത്താം. ഈ നാട്ടിലെ ചരിത്രത്തെക്കുറിച്ച് ഹൈസ്കൂളിലും ഹയർ സെക്കൻഡറിയിലുള്ള കുട്ടികളോട് സംസാരിക്കാം. ഈ നാട്ടിലെ സാഹിത്യത്തെക്കുറിച്ച് സംസാരിക്കാം. സാഹിത്യം എന്തിന് എന്ന് ചോദ്യം ഉയരുന്ന കാലത്തും സാഹിത്യം അതിജീവനത്തിന് അത്യാവശ്യമാണ് എന്ന് കുട്ടികളോട് സംസാരിക്കാം എന്ന് പറയുന്ന ഒരു സ്കൂളിന് നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ കുറച്ചും കൂടി വൈഡൻ ചെയ്യാൻ പറ്റും. നോക്കൂ, നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ എത്തിപ്പെട്ടത് ഏറ്റവും മികച്ചൊരിടത്താണ്. സ്കൂളിൻ്റെ പരസ്യമൊന്നുമല്ല കേട്ടോ, പക്ഷേ നിങ്ങൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും നിങ്ങൾ എത്തിപ്പെട്ടത് ഏറ്റവും മികച്ചൊരിടത്താണ്. നിങ്ങൾ വളരണമെന്ന് നിങ്ങൾ ചുറ്റിലും ഇരുന്ന് ആഗ്രഹിക്കുന്ന കുറേ മനുഷ്യരുടെ കൂട്ടത്തിൽ ഇനി അങ്ങനെ അല്ലാത്ത കുറച്ച് ആൾക്കാരുണ്ടെങ്കിൽ ചിലപ്പോൾ വൈബ് മാത്രം ചിന്തിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിരിക്കും. ഫ്രണ്ട്സിനെ ഒഴിവാക്കണ്ട, പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടി മുന്നോട്ട് പോവാം. വൈബധിഷ്ഠിത വിദ്യാഭ്യാസം തന്നെയാണ് പുതിയ കാലത്തിൻ്റെ ട്രെൻഡ്. നമുക്ക് വൈബ് ആവശ്യമാണ്, പക്ഷേ വൈബ് കേവല വൈബല്ല, ജീവിതാന്ത്യം വരെ നീണ്ടു നിൽക്കുന്ന, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും അഭിമാനിക്കാൻ ഉതകുന്ന, നിങ്ങൾക്ക് എപ്പോഴും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു പോയിന്റ്.
ഞാനിവിടെ പലരോടും ചോദിച്ചല്ലോ നിങ്ങൾ ആരായി തീരുന്നു. ശരിയാണ്, ഒരു 10-16 വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 2045 ഞാനൊരു ഡോക്ടറായിരിക്കുകയും എൻ്റെ ക്ലിനിക്കിൽ 60 പേഷ്യൻസ് വരികയും ചെയ്യും എന്ന് പറയണം നിർബന്ധമൊന്നുമില്ല. പക്ഷെ അങ്ങനെ ഉണ്ടാവണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മൾ ജീവിക്കുന്ന കാലം മുമ്പുള്ള കാലങ്ങളിൽ നിന്ന് വളരെയധികം വ്യത്യസ്തമാണ്. ഞാൻ +2 പഠിക്കുന്ന കാലത്തല്ല നിങ്ങൾ +2 പഠിക്കുന്നത്. കാലം എല്ലാ സമയത്തും മാറിക്കൊണ്ടിരിക്കും. വെറും കാലത്തിൻ്റെ മാറ്റം എന്നുള്ളതല്ല, പക്ഷേ വിപ്ലവാത്മകമായ മാറ്റം ടെക്നോളജിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ടെക്നോളജിയുടെ മാറ്റം ലോകത്തെ മുഴുവൻ മാറ്റും. ChatGPTയും ജെമിനിയും വെച്ച് അസൈൻമെൻറ്റ് എഴുതുകയും ഹോംവർക്ക് ചെയ്യുകയും ചെയ്യുന്ന കുട്ടികളല്ലേ നിങ്ങൾ? അല്ലേ? സത്യം പറഞ്ഞോ? മാഷൊന്നും പറയില്ല. ഇനി അല്ലെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആവണം എന്ന് ഞാൻ പറയും. ChatGPT ഒക്കെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാനുള്ള മാർഗ്ഗങ്ങളെക്കുറിച്ച് പറഞ്ഞു തരും. ബുദ്ധിപൂർവ്വം ഉപയോഗിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ തലച്ചോറിനെ പണയം വെച്ചുകൊണ്ട് അതിനെ മാത്രം എടുക്കരുത്. പകരം ബ്ലെൻഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും എളുപ്പമുള്ള ടെക്നിക്കുകളെ മനസ്സിലാക്കുകയും അത് നിങ്ങളെങ്ങനെ സഹായിക്കും എന്ന രൂപത്തിൽ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുകയും ചെയ്തുകൊണ്ട് ഈ പരിപാടി ചെയ്താൽ ഈ കാലത്ത് ഏറ്റവും മുന്നോട്ട് പോകാൻ പറ്റുന്ന മനുഷ്യന്മാരെ കൊണ്ട് നമ്മൾ മാറും. ടെക്നോളജി വളരെയധികം മാറിക്കൊണ്ടിരിക്കുന്ന സമയം. ഞാൻ ഈ ചോദ്യം വീണ്ടും നിങ്ങളോട് ചോദിക്കുകയാണ്. 2045 നിങ്ങൾ ആരായി തീരുമെന്ന് നിങ്ങളോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ സ്വന്തമോ അല്ലെങ്കിൽ രക്ഷിതാക്കളുടേതോ ആയ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ChatGPTയോടോ നിങ്ങളുടെ ജെമിനിയോടോ നിങ്ങളുടെ മെറ്റാ AIയോടോ ചോദിച്ചാൽ മതി. 2045 നിങ്ങൾ എന്തായി തീരുമെന്ന് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് അത് പറഞ്ഞു തരും. ചിത്രം വേണമെങ്കിൽ ചിത്രമായി തരും. ഇനിയിപ്പോൾ സോറ പോലെയുള്ള ആപ്പ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് വീഡിയോ വേണമെങ്കിൽ വീഡിയോ ആയിട്ട് തരും. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിൽ ആ സാധനം വേണമെന്നെങ്കിൽ നല്ലൊരു എസ്സേ ആയിട്ട് നിങ്ങൾക്ക് സാധനം തരും. നിങ്ങളെക്കുറിച്ച് നന്നായി മനസ്സിലാക്കുന്ന ഒരു ടെക്നോളജി, നിങ്ങളുടെ മുഴുവൻ ഡാറ്റയും ഊറ്റിയെടുത്തുകൊണ്ടൊരു ടെക്നോളജി ഇതാ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇക്കാലത്ത് ഏറ്റവും വലിയ അസറ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഡാറ്റയാണ് എന്നാണ് ലോകം പറയുന്നത്. അല്ലെങ്കിൽ ലോകത്തെ നിയന്ത്രിക്കുന്ന ഈ കുത്തക മുതലാളിത്തം പറയുന്നത്. നിങ്ങൾ ഓരോരുത്തരുടെയും ഡാറ്റ മോഷ്ടിച്ചുകൊണ്ടാണ് ഈ പറയുന്ന സമ്പന്നർ വീണ്ടും സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നത്. ആ ഡാറ്റയൊക്കെ ഓരോ കയ്യിലുണ്ട്. നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്, നിങ്ങൾ എന്താഗ്രഹിക്കുന്നു, നിങ്ങൾ ഏത് തരത്തിലുള്ള ചെരുപ്പെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ബാഗിൻ്റെ നിറം എന്താണ് എന്ന് വരെ അറിയാവുന്ന ആളുകളാണ് അല്ലെങ്കിൽ ടെക്നോളജിയാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ആ ടെക്നോളജി നമ്മൾ വിചാരിക്കുന്നതിലും വേഗം വളർന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വെറും 5 വർഷം കൊണ്ട് ഞാൻ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ ടെക്നോളജി എങ്ങനെ മാറ്റം സൃഷ്ടിച്ചു എന്നെനിക്കറിയാം. പറഞ്ഞുതരാം. ഞാൻ ഒരു വക്കീലാണ്. എനിക്ക് സമയം കുറവാണെന്നറിയാം, പക്ഷേ പറയാം. ഞാനൊരു വക്കീലാണ്. കഴിഞ്ഞൊരു 5 വർഷം മുമ്പ് വരെ എന്താണ് കോടതിയിൽ നടക്കുന്നത് എന്നറിയണമെങ്കിൽ ഒരാൾ ഒരു കോടതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്കണമായിരുന്നു. ഇവിടെ എന്താ നടക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുരേഷ് ഗോപിൻ്റെ സിനിമ കാണണമായിരുന്നു. യെസ് യുവർ ഓണർ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കോരി ധരിക്കാമായിരുന്നു. ഓ ഇതാണ് കോടതി എന്ന് അന്തം വിടാമായിരുന്നു. പക്ഷേ ഇപ്പം ഒരു കോടതി പ്രൊസീഡിങ്സ് യൂട്യൂബിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്കും കാണാം. ലൈവായിട്ട് കോടതി നടക്കുന്നത് ചില സമയങ്ങളിൽ യൂട്യൂബിലും അല്ലെങ്കിൽ ഇവരുടെ വെബ്സൈറ്റിലും ലഭ്യമാണ്. കേരള ഹൈക്കോടതിയിൽ എന്ത് നടക്കുന്നു എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഹൈക്കോടതിയിൽ എങ്ങനെയാണ് ഓർഡറുകൾ ഉണ്ടാകുന്നത്, എങ്ങനെയാണ് കേസ് ഡീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്കും കാണാം. ഇവിടെ ഇരുന്നു കൊണ്ട് ഇന്ന് എനിക്കൊരു കേസ് ഉണ്ടെങ്കിൽ എനിക്ക് നിർബന്ധമായും ഹൈക്കോടതിയിൽ പ്രസൻ്റ് ആയിക്കൊണ്ട് യെസ് യുവർ ഓണർ എന്ന് പറഞ്ഞ് അയാളുടെ മുന്നിൽ ഇങ്ങനെ നിൽക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. എനിക്ക് എൻ്റെ കോട്ടും ടൈയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നു കൊണ്ടും എനിക്ക് ഈ പറഞ്ഞ കണക്കെ എൻ്റെ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് കോടതി കയറുകയും കേസ് നടത്തുകയും ചെയ്യാം. വെറും 4-5 വർഷം കൊണ്ടുണ്ടായൊരു മാറ്റമാണ്. ക്ലാസ് റൂമിലുണ്ടായ മാറ്റം മാഷന്മാർ പറഞ്ഞു തരും. ഒരു പക്ഷേ അവർ വിചാരിച്ചിട്ടില്ലാത്ത മാറ്റമാണ്. വീട്ടിലിരിക്കുന്ന കുട്ടികളോട് ലൈവായിക്കൊണ്ട് ക്ലാസ് എടുക്കുന്ന ഒരു സമ്പ്രദായം ദാ ഈ സമയത്ത് വരും എന്നുള്ളത്. ഇങ്ങനെ എല്ലാ കാര്യത്തിലും കഴിഞ്ഞൊരു 5 വർഷം കൊണ്ട് ചെറിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനിയുള്ള 5 വർഷങ്ങളിൽ ഉണ്ടാവാൻ പോകുന്നത് വലിയ മാറ്റമാണ്. ഈ 5 വർഷം കൊണ്ട് ഏതൊരാൾക്കും കോടതി കാണാം എന്നാണ് എന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന 5 വർഷമോ അല്ലെങ്കിൽ 10 വർഷമോ കൊണ്ട് ഉണ്ടാവാൻ പോകുന്നത് മനുഷ്യൻ്റെ പോലും ആവശ്യമില്ലാത്ത കോടതി ആയിരിക്കും എന്ന് നമുക്ക് വിചാരിക്കാം. ഏറ്റവും നന്നായി നിയമത്തെ ഇൻറ്റർപ്രറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ, ഞാൻ ഒറ്റ സൂത്രം പറഞ്ഞുതരാം. നിങ്ങൾക്ക് നാട്ടിലാർക്കെങ്കിലും സമൻസോ കാര്യങ്ങളൊക്കെ വന്നാലേ നമ്മൾ സാധാരണ വക്കീലിനെ വിളിക്കില്ല, വക്കീലെ സമൻസ് വന്ന് എന്താ ചെയ്യുക, കോടതി പോകണമെന്ന്, അല്ലെങ്കിൽ ഇതുപോലെ കേസുമായി ബന്ധപ്പെട്ട് എന്ത് വിഷയം ഉണ്ടായാലും ഇതിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഇതിൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ChatGPTയിലോ അല്ലെങ്കിൽ ജെമിനിയിലോ ഇട്ട് കൊടുത്താൽ മതി. എന്താണ് സെക്ഷൻ, ബെയിലബിൾ ആണോ, അതിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ, എന്താണ് പണിഷ്മെൻറ്റ് എന്നുള്ളത് ആര് പറഞ്ഞുതരും? ഇവർ പറഞ്ഞുതരും. നിങ്ങൾക്കൊരു രോഗമുണ്ടെങ്കിൽ രോഗത്തിനുള്ള മെഡിസിനും ഇവർ തന്നെ പറഞ്ഞുതരും. ഇത് എനിക്ക് ഭയങ്കര ബേജാറ്. നിർത്തിട്ടോ എന്ന് ഇപ്പം ആരോ പറയും എന്ന് വിചാരിച്ചാണ് ഞാൻ ഓരോ നിമിഷവും നിന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ല കുഴപ്പമില്ല, ഞാൻ നിർത്തും, പക്ഷെ കുറച്ചും കൂടി
തിരക്കില്ലാന്ന് അമ്മക്ക് പറയാം, ചിലപ്പോൾ ഞാൻ തന്നെ പറയാം വലിയ തിരക്കൊന്നുമില്ല കേട്ടോ എനിക്ക്, പക്ഷെ ഇങ്ങൾക്ക് തിരക്കുണ്ടാവും. വിശപ്പിൻ്റെ വിളിയാളാണല്ലോ, മനുഷ്യന് നിയന്ത്രിക്കാൻ പറ്റാത്തതുമാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്തുണ്ടാവും, ഒരു ഡോക്ടർക്ക് പകരമാവാൻ ഒരു ഏറ്റവും എളുപ്പത്തിൽ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് എഞ്ചിനീയറുടെ ഒക്കെ പണിയെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം നമ്മളൊരു വീടുണ്ടാക്കാൻ ആഗ്രഹിച്ചു തുടങ്ങിയാൽ നമ്മൾ ആദ്യം പോകും ഒരു 3D പ്രിൻ്റ് ഉണ്ടാക്കാനാണല്ലോ അല്ലേ. നമ്മളൊരു വീടുണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചാൽ നമ്മളൊരു സ്ഥലം വാങ്ങും, ഇന്ന സ്ഥലം എന്ന് വിചാരിക്കും, ഒരു 3D പ്രിൻ്റ് ഉണ്ടാക്കാൻ വിചാരിക്കും. ആ 3D പ്രിൻറ്റിന് 45,000 മുതൽക്ക് അങ്ങോട്ട് 1.5 ലക്ഷം വരെ അല്ലെങ്കിൽ അതിലും വലിയ തുക ഇപ്പം അതുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, പിന്നെ ഇൻറ്റീരിയർ ഡിസൈനിങ്, ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്ന എല്ലാ മനുഷ്യന്മാരും ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ടൊരു പ്രോംപ്റ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഉണ്ടാക്കി തരാൻ പറ്റുന്ന ഒരുപാട് AI ആപ്പുകൾ നമ്മുടെ ഓരോരുത്തരുടെയും ഫോണിലുണ്ട്. ഏത് ഫോണായാലും മതി, നമ്മുടെ ഓരോരുത്തരുടെയും ഫോണിലുണ്ട്. നിങ്ങളൊരു ഫോട്ടോ എടുത്തു കൊടുത്താൽ ആ സ്ഥലത്തിൻ്റെ ഇൻറ്റീരിയർ എങ്ങനെ മാറ്റാമെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകൾ, വെബ്സൈറ്റുകൾ പോലും നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ട്. അഥവാ നമ്മൾ ഇന്ന് കാണുന്ന സാമ്പ്രദായികമായ ജോലികളെയൊക്കെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ടെക്നോളജി വളരെ എളുപ്പത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലമാണ്, ഇനിയിപ്പം നമ്മൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുക. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ ട്രെൻഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം വന്നത് മുതൽ അവരുടെ AI വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവരിങ്ങനെ നടക്കുന്നു, അവരെ പറ്റിയുള്ള ചെറിയ ചെറിയ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ടാവുന്നു, ബാക്ക്ഗ്രൗണ്ടിൽ വോയിസ് ഓവർ ഉണ്ടാവുന്നു, ഇയാൾ ആരാണെന്ന് പറയുന്നു. ഇത് കംപ്ലീറ്റ്ലി ഒരു AI സിസ്റ്റം ഉണ്ടാക്കിയ സാധനമാണ്. ഇയാൾ അവിടെ വന്ന് നിന്നിട്ട് പോലുമില്ല, അയാളാണ് സ്ഥാനാർത്ഥി എന്ന് അയാൾ ഇതുപോലൊരു മൈക്കിൽ പറഞ്ഞിട്ട് പോലുമില്ല. പക്ഷേ AI കൃത്യമായി ആ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ സ്ഥിരമായി ആർക്കൊക്കെ ഉണ്ടായിരുന്ന തൊഴിലാണ് ഒരു ക്യാമറാമാന്, ഒരു വീഡിയോ എഡിറ്റർ, ഇങ്ങനെ പല ആളുകളിലൂടെ പോവേണ്ടുന്ന തൊഴിൽ ഒരൊറ്റ കമ്പ്യൂട്ടറിന് മുന്നിലിരിക്കുന്ന മനുഷ്യൻ്റെ പ്രോംപ്റ്റ് കൊണ്ട് സാധ്യമാവുന്നു. തൊഴിൽ മേഖലകളൊക്കെ റീപ്ലേസ് ചെയ്യപ്പെടുമോ എന്ന് നമുക്ക് ഭയക്കാവുന്ന ഒരു കാലം. നല്ലൊരു ഫോട്ടോ വേണമെന്ന് വിചാരിക്കുന്നു, നല്ലൊരു പുലരിയുടെ ഫോട്ടോ, ഈ നാദാപുരത്ത് പേരോടിൽ സൂര്യൻ ഉദിക്കുമ്പോഴുണ്ടാവുന്ന ഭംഗി, നിങ്ങൾ ഒരു 2 മണിക്കൂറൊക്കെ ക്യാമറ ഒരേ പൊസിഷനിൽ വെച്ചിട്ട് വേണം എടുക്കാൻ. പക്ഷേ ഇതിലും നന്നായിട്ട് ഫോട്ടോ നിങ്ങൾക്ക് വെറുതെ കിട്ടിയാലോ, സാങ്കല്പിക ഫോട്ടോ എന്ന നിലക്ക് ഒരു AI ചിത്രം നിങ്ങൾക്ക് മുന്നിൽ വന്നാൽ ഈ ചിത്രമാണോ, ഞാൻ എടുത്ത ചിത്രമാണോ മെച്ചപ്പെട്ടതെന്ന് ചോദിച്ചാൽ ആ ചിത്രമായിരിക്കും. ആ തരത്തിൽ ടെക്നോളജി നമ്മുടെ എല്ലാ ഹ്യൂമൻ സ്കിൽസിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ ആരും പഠിക്കേണ്ട, പിരിച്ചു പോയിക്കോളി, വേറെ പണി വരാൻ പോകുന്നുണ്ട്, നിങ്ങൾ വീട്ടിലിരുന്നാൽ മതി എന്നല്ല. പകരം ടെക്നോളജി ഏറ്റവും നന്നായി വലുതാവുന്ന സമയത്ത്, ഏത് ജോബിനെയും റീപ്ലേസ് ചെയ്യുന്ന നിങ്ങൾക്ക് ഉറപ്പുള്ള സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വെറും ടെക്നോളജിയാണ്. അത് ടെക്നോളജിയാണ്. അതിനില്ലാത്തൊരു സൂപ്പർ പവർ ഈ ഇരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഉണ്ട്, എല്ലാ ഹ്യൂമൻ ബീയിങ്സിനും ഉണ്ട്. അത് ടെക്നോളജി ആയിരിക്കുകയും നമ്മൾ മനുഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്ന കാലത്തോളം അതിനില്ലാത്ത കുറേ സൂപ്പർ പവർ ഒരു മനുഷ്യനുണ്ട്. അത് ടെക്നോളജി ആയിരിക്കുകയും നിങ്ങൾ ഹ്യൂമൺ ആയിരിക്കുകയും ചെയ്യുന്ന സമയത്തോളം അതും ടെക്നോളജിയാണ്, നിങ്ങളും ടെക്നോളജിയാണ് എന്നുണ്ടെങ്കിലോ, അഥവാ അതും ഒരു മെഷീനാണ്, നിങ്ങളും ഒരു മെഷീനാണ്. നിങ്ങളൊരു അക്കൗണ്ടൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെക്കാൾ പെട്ടെന്ന് കണക്ക് കൂട്ടുന്ന ഒരു യന്ത്രം ഉണ്ടാവുന്നു, നിങ്ങളൊരു വികാരം ഇല്ലാണ്ട് ഇരുന്നിങ്ങനെ കണക്ക് കൂട്ടുന്ന മറ്റൊരു യന്ത്രമാവുന്നു. ആരതിജീവിക്കും? ആര് ജയിക്കും? ആരാ ജയിക്കുക? ഏയ്ന്നോ? ആരാ ജയിക്കുക? ഷെടാ, ആര് ജയിക്കൂ? AI ജയിക്കും. AI ജയിക്കും നമ്മൾ വിചാരിക്കുന്നു, ശരിക്കുമാണ്. ഒരു വികാരമില്ലാത്ത കണക്ക് കൂട്ടുന്നൊരു യന്ത്രമായിക്കൊണ്ട് നിങ്ങളിരിക്കുന്നു, അല്ലെങ്കിൽ അതേപോലെ തന്നെ കണക്ക് കൂട്ടാൻ ഉണ്ടാക്കപ്പെട്ടൊരു യന്ത്രമായിക്കൊണ്ട് അതും ഇരിക്കുന്നു. 2 യന്ത്രവും കൂടി ഇരിക്കുമ്പോൾ ഏറ്റവും മികച്ച യന്ത്രം വിജയിക്കും. പക്ഷെ യന്ത്രം അല്ലെങ്കിലും ഈ പറഞ്ഞ കണക്ക് ഒരു കേസ് വരുമ്പം ഇതെന്താണ് എന്ന് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ എല്ലാ മനുഷ്യനും കിട്ടുന്നൊരു കാലമാണിത്. ഇനി ഇംഗ്ലീഷ് അറിയാത്തവന് മലയാളം ട്രാൻസ്ലേറ്ററിലിട്ടാൽ മലയാളത്തിൽ ലഭ്യമാവുന്നൊരു കാലമാണ്. എന്നാലും ഫോൺ വെച്ചിട്ട് വക്കീലെ ഒരു കേസ് വന്ന് ഞാൻ എന്താ ചെയ്യുക എന്നൊരു ബേജാർ ഒരാളോട് ചോദിച്ചാൽ കേസല്ലേ, പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യനപ്പുറത്തുണ്ടായാൽ ആ ഗൂഗിളിനേക്കാളും സമാധാനം അയാൾക്ക് എവിടുന്നാണ് കിട്ടുക എന്നറിയോ? കേസല്ല, പ്രശ്നമില്ല, നമുക്ക് ശരിയാക്കാം
ഇതൊക്കെ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വക്കീലിൽ നിന്നാണ് കിട്ടുള്ളൂ. ഒരു മനുഷ്യൻ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് ഈ ഇമോഷണൽ കണക്ഷനാണ്. ബാക്കി എല്ലാ സൗകര്യങ്ങളും ഉണ്ടായും, ഒരു ഇമോഷണൽ കണക്ഷൻ ഉണ്ടായിരിക്കണം എന്നൊരു മനുഷ്യൻ എല്ലായ്പ്പോഴും ആഗ്രഹിക്കും. എത്ര നല്ല ജോലി ഉണ്ടാവുകയും നല്ല ശമ്പളം ഉണ്ടാവുകയും നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ലഭ്യമാവുകയും ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നന്നായി സ്നേഹിക്കുന്ന, നന്നായി കെയർ ചെയ്യുന്ന, എല്ലപ്പോഴും ഒപ്പമുള്ള ഒരു മനുഷ്യൻ്റെ സാന്നിധ്യം ഇല്ല എങ്കിൽ അയാൾ വളരെ ഡ്രൈ ആയി പോകും. മനുഷ്യന് ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇല്ലേ, ഇമോഷണൽ സ്റ്റെബിലിറ്റി വളരെ നിർബന്ധമാണ്. ആ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഇന്നേ വരെ ടെക്നോളജിക്ക് കൊടുക്കാൻ പറ്റിയിട്ടില്ല, ഇന്നേ വരെ സാധ്യമായിട്ടില്ല. ആത്യന്തികമായി അത് മനുഷ്യൻ്റെ സൃഷ്ടിപ്പും ഇത് പടച്ചവൻ്റെ സൃഷ്ടിപ്പുമാണല്ലോ, അതിൻ്റെ വ്യത്യാസം ഉണ്ടാവും, ആ കഴിവുണ്ടാവും. ഞാൻ പറയുന്നത് ഇനിയുള്ള കാലത്തേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ പ്രിയമുള്ള കുട്ടികളെ, നിങ്ങൾക്ക് ടെക്നോളജി എല്ലാ സൗകര്യവും ഒരുക്കി തന്നേക്കാം. പക്ഷേ അതിനപ്പുറത്തേക്ക് മനുഷ്യൻ എന്നുള്ള ഒരു സൂപ്പർ പവർ ഉണ്ടല്ലോ, ഹ്യൂമാനിറ്റി എന്നുള്ളൊരു സൂപ്പർ പവർ, നിങ്ങളുടെ ഇമോഷൻ എന്നുള്ള സൂപ്പർ പവർ, ബീയിങ് ഹ്യൂമൺ എന്ന് പറയുന്ന സൂപ്പർ പവർ, അത് ഏറ്റവും നന്നായി വിനിയോഗിച്ചില്ല എങ്കിൽ നമ്മൾ പുറന്തള്ളപ്പെട്ടു പോകും. നിങ്ങൾ ഏത് മേഖലയിലും ആയിക്കൊള്ളട്ടെ, നിങ്ങൾ നല്ലൊരു സിവിൽ സർവൻ്റ് ആവട്ടെ, നിങ്ങൾ നല്ലൊരു കച്ചവടക്കാരനാവട്ടെ, നിങ്ങൾ നല്ലൊരു അധ്യാപകനാവട്ടെ, നിങ്ങൾ മറ്റേതെങ്കിലും ഒരു തൊഴിൽ ചെയ്യുന്ന അല്ലെങ്കിൽ തൊഴിലെടുപ്പിക്കുന്ന മനുഷ്യനോ ആവട്ടെ, പക്ഷേ ഏറ്റവും നന്നായി ഹ്യൂമൻ ഇമോഷൻ കൈകാര്യം ചെയ്യാൻ പറ്റിയാൽ മാത്രമേ ഇനി നമുക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അത് നിങ്ങൾ വെറുതെ ഇരുന്ന് പഠിച്ചാൽ പോരാ, യാന്ത്രികമായി ജീവിച്ചാലും പോരാ. നേളം വെളുക്കുന്നു, കുളിക്കുന്നു, പല്ല് തേക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, സ്കൂളിൽ പോകുന്നു, ലഞ്ച് കഴിക്കുന്നു, ഫ്രണ്ട്സിൻ്റെ കൂടെ ചുറ്റി അടിക്കുന്നു, കഴിയുന്നു, തിരിച്ചു വരുന്നു, വാട്സാപ്പിൽ ഇവരുടെ ചാറ്റൊക്കെ കാണുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇൻസ്റ്റയിൽ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, റീല് കാണുന്നു, കിടന്നുറങ്ങുന്നു, വീണ്ടും പിറ്റേ ദിവസം അത് തന്നെ ആവർത്തിക്കുന്നു. എന്നിങ്ങനെ ഒരു ലക്ഷ്യവുമില്ലാതെ നിങ്ങളുടെ ജീവിതം മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ യാന്ത്രികമായ ജീവിതമായി നിങ്ങളും തീരും. എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന പടച്ചോനെ ഞാനിതെങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്ന് മനസ്സിലാവാത്ത ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മുന്നോട്ട് പോകും. നമ്മുടെ സോഷ്യൽ മീഡിയ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൈം എന്താണെന്ന് ഞാൻ പറയട്ടെ. എന്നുവെച്ചാൽ നിങ്ങളുടെ ഇൻസ്റ്റഗ്രാമോ സ്നാപ്പോ വാട്സാപ്പോ നിങ്ങളോട് ചെയ്യുന്ന ഏറ്റവും വലിയ സാധനം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഈ ഒരു സാധനം തന്നെ പ്രവർത്തിക്കുന്നത് നിങ്ങളെ ബ്രെയിനിനെ ഓഫാക്കിയിട്ടാണ്. ഈ സാധനം ഇങ്ങോട്ട് വന്നു, റീല് വന്നു, ഒരൊറ്റ കാര്യം ചെയ്യാനാണ് ഞാൻ എൻ്റെ ഫോൺ എടുത്തത്. പക്ഷെ ഒരു റീല് വന്നു, ഞാനത് സ്വൈപ്പ് ചെയ്തു, രണ്ടാമത്തെ റീല് വന്നു, സ്വൈപ്പ് ചെയ്തു, മൂന്നാമത്തെ റീല് വന്നു, സ്വൈപ്പ് ചെയ്തു. ഒരു 1.5 മണിക്കൂർ കഴിയുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കുക 1.5 മണിക്കൂറാണ് പോയതെന്ന്. അതുവരെ എനിക്കതൊരു 5 മിനിറ്റായിട്ടേ ഫീൽ ചെയ്യുള്ളൂ. 1.5 മണിക്കൂർ കഴിഞ്ഞാൽ ഭയങ്കര ഗിൽറ്റും തോന്നും, ഓഫ് എൻ്റെ വിലപ്പെട്ട 1.5 മണിക്കൂറാണല്ലോ പോയതെന്ന്. പക്ഷെ ആ 1.5 മണിക്കൂറിൻ്റെ പ്രത്യേകത, ആ 1.5 മണിക്കൂർ നിങ്ങൾ ബ്രെയിനിനെ ഓഫാക്കിയിട്ട് ഇമോഷനെ ഓണാക്കിയിട്ടാണ് ഈ സോഷ്യൽ മീഡിയ പ്രവർത്തിച്ചത്. നിങ്ങൾ എത്രത്തോളം സമയം അത് ഉപയോഗിക്കുന്നുവോ അത്രത്തോളം സമയം നിങ്ങളുടെ ബ്രെയിനിനെ ഡെഡാക്കുകയും ഇമോഷനെ ഓണാക്കുകയാണ് ചെയ്യുന്നത്. ഇമോഷണലി നമുക്ക് ഭയങ്കര റോളർ കോസ്റ്റർ പോലെ ഇങ്ങനെ മുന്നോട്ട് പോവാം. ചിലപ്പോൾ ഹൈ ആവും, ചിലപ്പോൾ ലോ ആവും, ചിലപ്പോൾ വിഷമം വരും. ഇപ്പം നമ്മൾ ഗസയിലെ യുദ്ധത്തെക്കുറിച്ച് ഒരു റീല് കാണും, നമുക്ക് ഭയങ്കര ഇടങ്ങേറ് വരും. തൊട്ടപ്പുറത്ത് പിസയെക്കുറിച്ചൊരു ആഡ് കാണും, നമുക്ക് ഭയങ്കര കൊതി വരും. ഇതും കഴിയുന്ന ഉടനെ തന്നെ നമ്മൾ ഏതെങ്കിലും ഒരു കോമഡി റീല് കാണും, നമുക്ക് ചിരി വരും. ഒരു 5 സെക്കൻഡിൽ 3 ഇമോഷൻ നമ്മുടെ ഉള്ളിൽ കൂടി കടന്നുപോയി. നമുക്ക് ഇമോഷണലി ഇങ്ങനെ ഭയങ്കര രസം, ഒരു ഡോപ്പമൈൻ റഷ് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. രസങ്ങൾ, പ്രയാസങ്ങളൊന്നും ഇല്ലാത്തൊരു മൊമെൻറ്റ്, ഇങ്ങനെ നമ്മൾ ഇമോഷനെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ അത്രയും സമയം എന്താണെന്നറിയോ, നിങ്ങൾ ബ്രെയിൻ ഡെഡാണ്. നമ്മൾ എത്ര സമയം ഇതിൻ്റെ ഉപയോഗം കൂട്ടുന്നുവോ അത്രയും സമയം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അതിൻ്റെ ഈ ബ്രെയിനിൻ്റെ വർക്കിംഗ് അത് ഓഫാക്കിയിടുന്നു. അത് ഓഫാക്കിയിടരുത് കേട്ടോ. കാരണം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ഡാറ്റ മുഴുവൻ ഇവരുടെ കയ്യിലുണ്ട്. നിങ്ങളുടെ ബ്രെയിനും കൂടി നിങ്ങൾ ഇവർക്ക് അങ്ങ് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ, ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ഇമോഷണലി അല്ലെങ്കിൽ ഒരു ഫിസിക്കലി അല്ലാതെ നിങ്ങൾ ഡെഡായി കഴിഞ്ഞു എന്നാണ് അതിനർത്ഥം. ഇനിയുള്ള കാലത്ത് നിങ്ങൾ ആ ബ്രെയിൻ ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉള്ളൊരു സമയം ഉണ്ടായേക്കാം, എല്ലാ സൗകര്യങ്ങളും. ഇപ്പം ഞാൻ ഇരിക്കുകയാണ്, എനിക്ക് ഒന്നും ചെയ്യാതെ വെറുതെ ഇരിക്കാനാണ് ആഗ്രഹം. എനിക്ക് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ ഭക്ഷണം എല്ലാ സമയത്തും ഞാൻ സ്വിഗ്ഗിയിൽ ഫുഡ് ഓർഡർ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫുഡ് എൻ്റെ വീട്ടിൽ വരുന്നു, ഞാൻ കഴിക്കുന്നു, ഞാൻ ഇരിക്കുന്നു, ഞാൻ എൻ്റെ പണിയെടുക്കുന്നു. ഞാൻ IT റിലേറ്റഡ് ജോബാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ മടി പിടിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷെ അതെൻ്റെ ഹെൽത്തിനെ ബാധിക്കും, ഉറപ്പായും അതെൻ്റെ ഹെൽത്തിനെ ബാധിക്കും. ഞാൻ നന്നായി കഴിക്കുന്നതെല്ലാം ഫാസ്റ്റ് ഫുഡാണെങ്കിൽ അതെൻ്റെ ഹെൽത്തിനെ ബാധിക്കും. എനിക്കെല്ലാം ഉണ്ടല്ലോ, പറയുമ്പോൾ എല്ലാം ഉണ്ട്, പൈസയുണ്ട്, ജോലിയുണ്ട്, സന്തോഷമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതെൻ്റെ ഹെൽത്തിനെ കൊന്നുകൊണ്ടിരിക്കുകയാണ്, അതെൻ്റെ ആരോഗ്യത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ആരോഗ്യമുള്ള ശരീരമാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഇതൊക്കെ അവിടെ നിൽക്കുക തന്നെ, ഇതൊക്കെ അങ്ങ് ഒഴിവാക്കിയേക്കാം. ഞാൻ ഇനി മുതൽ IT ജോബ് ഉപേക്ഷിക്കുകയാണ്, ഞാൻ കിളക്കാൻ ഇറങ്ങുകയാണ്, അതോടുകൂടി എൻ്റെ ഹെൽത്ത് റെഡിയാവും എന്ന് വിചാരിക്കേണ്ട.
ഹെൽത്ത് റെഡിയാവാൻ നിങ്ങൾ ഇതൊക്കെ അവശേഷിപ്പിക്കുകയും ഭക്ഷണത്തിൽ ചെറിയ മാറ്റം വരുത്തുകയും എല്ലാ ദിവസവും ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ വർക്കൗട്ട് ചെയ്യും ചെയ്താൽ മതി. ജിമ്മിൽ പോവുക, വീട്ടിലേതെങ്കിലും മെഷീനൊക്കെ കൊണ്ടുവന്ന് വർക്കൗട്ട് ചെയ്യുകയോ ചെയ്താൽ മതി. അതോടുകൂടി നമ്മളെന്തായി? ഹെൽത്ത് ബാലൻസായി. ഈ പറഞ്ഞ പോലെ ലൈഫും ബാലൻസായി. ഈ കണക്ക് ഞാൻ എൻ്റെ ഇഷ്ടങ്ങളിലൂടെ പോവുകയും ഞാൻ അപ്ഡേറ്റഡായി മുന്നോട്ട് പോവുകയും എൻ്റെ ജോലിയുമായിട്ട് മുന്നോട്ട് പോവുകയും അതേസമയം എൻ്റെ ഹെൽത്തിന് ഒരു വർക്കൗട്ട് കൊടുക്കുകയും ചെയ്താൽ ജീവിതം വളരെ രസമായിട്ട് മുന്നോട്ട് പോകും. എന്നെ കാണാനും കൊള്ളാം, ഞാൻ ഹെൽത്ത് ഫിറ്റാണ്, ഞാൻ നന്നായി ഏൺ ചെയ്യുന്നു, ഞാൻ ഏറ്റവും സന്തോഷകരമായൊരു ജീവിതം ജീവിക്കുന്നു, മനുഷ്യരായിട്ട് കണക്റ്റഡ് ആവുന്നു, ഞാൻ ഈ കമ്പ്യൂട്ടർ സ്ക്രീനിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ ജീവിക്കുന്നു. ഭയങ്കര ബാലൻസ്ഡ് ആയിട്ട് ലൈഫല്ലേ? ഈ കണക്കെ മാത്രം നിങ്ങൾ ടെക്നോളജിയെയും സോഷ്യൽ മീഡിയയും ഉപയോഗപ്പെടുത്തുക. നിങ്ങൾ സോഷ്യൽ മീഡിയ ഒഴിവാക്കണം, നിങ്ങൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഒഴിവാക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങളൊക്കെ ഉണ്ടാവുന്നതുകൊണ്ടാണല്ലോ നമുക്ക് എല്ലാവർക്കും ഫോളോവേഴ്സ് ഉണ്ടാവുന്നത്. ഇതുണ്ടായതുകൊണ്ടാണല്ലോ നമ്മളെല്ലാവരും മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഓരോരുത്തരും തമ്മാമില്ലാതെ നിങ്ങളിതൊന്നും ഒഴിവാക്കുകയൊന്നും വേണ്ട, പക്ഷെ ബാലൻസ്ഡ് ആക്കണം. നിങ്ങളെ ബ്രെയിനിനും കുറച്ചേരം എക്സസൈസ് കൊടുക്കുക. നിങ്ങൾ ഇതൊക്കെ ചെയ്തോ, പക്ഷെ ബ്രെയിനിന് എക്സസൈസ് കൊടുക്കണം. ബ്രെയിനിന് എക്സസൈസ് കൊടുത്തില്ല എങ്കിൽ ചെയ്യാതെ മരിച്ചു പോകുന്നൊരു അവയവമായിക്കൊണ്ട് നിങ്ങൾ ബ്രെയിന് മാറും. നിങ്ങൾ ബ്രെയിനിന് എങ്ങനെ എക്സസൈസ് കൊടുക്കുന്നല്ലേ? ഈ പ്രായത്തിൽ നിങ്ങൾ ബ്രെയിനിന് എക്സസൈസ് കൊടുക്കേണ്ടത് നിങ്ങൾക്കൊരു പക്ഷെ ഒരു ആവശ്യമില്ല. ഇതുപോലൊരു പുസ്തകം നിങ്ങളെ മുന്നിൽ വന്നാൽ ഇത് വായിക്കണം എന്നൊരു നിർബന്ധമില്ല. ആയിഷ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ്, ആയിഷൻ്റെ ഏറ്റവും മനോഹരമായൊരു പുസ്തകമാണെന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ആയിഷൻ്റെ ഈ ബുക്ക് വായിക്കണ്ടേ, ഇതിനെക്കുറിച്ച് ഒരു റിവ്യൂ പറയാൻ. നാളെ ആരെങ്കിലും ഒരു റീലിടും, 30 സെക്കൻഡ് മതി. ആ 30 സെക്കൻഡ് കണ്ടാൽ നിങ്ങൾക്ക് ഇതിൻ്റെ മുഴുവൻ ആശയവും നിങ്ങളെ മനസ്സിലുണ്ടാവും. ആരെങ്കിലും ആയിഷൻ്റെ ബുക്ക് എങ്ങനെയുണ്ട് ചോദിച്ചാൽ ആയിഷൻ്റെ ബുക്ക് അടിപൊളിയാണ്, ഇതിൻ്റെ ഉള്ളിൽ പറയുന്ന കഥ ഇതാണ്, ഇതിൻ്റെ ക്യാരക്ടേഴ്സ് ഇതാണെന്നൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളെ മുന്നിലുള്ള ആളിനെ ഭയങ്കരമായിട്ട് ഫേക്ക് ചെയ്യാനും പറ്റും, പറ്റിക്കാനും പറ്റും. പകരം നിങ്ങളിത് വായിക്കണം. ആ റീല് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യത്തിൽ കൂടുതലായിട്ടൊന്നും ചിലപ്പോൾ ഇത് വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയാലും അത് കിട്ടും. ഇത് വായിക്കുന്നത് ഒരു എക്സസൈസാണ്. ആർക്കുള്ള എക്സസൈസ്? നിങ്ങൾ ബ്രെയിനിലുള്ള എക്സസൈസാണ്. നിങ്ങൾ പുതിയ ഇൻഫർമേഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുക, നിങ്ങൾ പുതിയ ഡാറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾ ഇതുവരെ ആരും കാണാത്ത സാധനങ്ങൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ChatGPT അല്ലെങ്കിൽ ജെമിനിയോ സംസാരിക്കുന്ന ഭാഷ അവൻ്റെ അടുത്തുള്ളത് എന്താണോ അത് വെച്ചിട്ടാണ്. ഓൻ്റെ അടുത്ത് ഇന്നേ വരെ കിട്ടിയ ഡാറ്റ വെച്ചിട്ട് ഓന് സംസാരിക്കാൻ പറ്റും. ഓൻ ഇന്നേ വരെ കിട്ടാത്ത ഡാറ്റയാണ് ഈ പേരോടിൻ്റെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്നത്. ഇവിടുത്തെ ചരിത്രം എന്താണ് എന്ന്, നമ്മുടെ സാഹിത്യ സംസ്കാരം എന്താണ് എന്നത്, നമ്മൾ കടന്നു വന്ന വഴി ഏതാണ് എന്നുള്ളത്, നമ്മുടെ സിനിമ എന്താണെന്നുള്ളത്, നമ്മുടെ പാട്ട് എന്താണെന്നുള്ളത്, നമ്മുടെ ഭാഷ എന്താണെന്നുള്ളത്, ഇതാർക്കെ അറിയുമെന്നറിയോ? നിങ്ങളെ വീട്ടിൽ കിടക്കുന്ന വല്യമ്മക്ക് അറിയുള്ളൂ, നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള അയൽവാസികൾക്ക് അറിയുള്ളൂ. ഇവിടെ പൂക്കുന്ന ചെമ്പരത്തി പൂവ് ഏതൊക്കെ തരത്തിലുള്ളതാണ് എന്നറിയണം. നിങ്ങൾ തൊടുക്ക് ഇറങ്ങിയേ, പറമ്പിലേക്ക് ഇറങ്ങിയേ പറ്റുള്ളൂ. ഈ കാര്യം എന്ന് വെച്ചാൽ ഇവർക്ക് കിട്ടാത്ത ഡാറ്റ കൊണ്ട് നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ ഫീഡ് ചെയ്യണം. നിങ്ങൾ വർക്ക് ചെയ്യണം, നിങ്ങൾ പുസ്തകം വായിക്കണം, നിർബന്ധമായിട്ട് നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കണം. ഈ പറഞ്ഞ കണക്കെ ട്രെൻഡിങ് ആവുന്ന സ്റ്റോറി ഇടാൻ, ഒരു കവർ ചിത്രം ഉണ്ടാക്കാൻ ഒന്നുമല്ല നിങ്ങൾ പുസ്തകം വായിക്കേണ്ടത്. ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾ വായിക്കണം. അപ്പം നിങ്ങൾ ബാക്കിയുള്ള എല്ലാ മനുഷ്യനേക്കാൾ കുറച്ചും കൂടി ഒരു കഴിവുള്ള, ഒരു സൂപ്പർ ഹ്യൂമൻ കഴിവുള്ള ഒരു മനുഷ്യനായി തീരും. നിങ്ങൾ എഴുതണം. എഴുതാൻ നിങ്ങൾക്ക് കഴിയൂല എന്നുണ്ടെങ്കിലും നിങ്ങൾ നിരന്തരം പരിശ്രമിച്ച് എഴുതിക്കൊണ്ടേയിരിക്കണം. കാരണം അത് വീണ്ടും നിങ്ങൾക്കൊരു എക്സസൈസാണ്. നിങ്ങളുടെ ബ്രെയിനിനെ നിങ്ങൾ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ സ്വപ്നം കാണണം. വിശപ്പിൻ്റെ അഗാധതയിൽ, ഉറക്കത്തിൻ്റെ അഗാധതയിൽ നിങ്ങൾ കണ്ടുപോകുന്ന, നിങ്ങൾ പിന്നീട് ഒരിക്കലും ഓർമ്മിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തൊരു സ്വപ്നത്തെക്കുറിച്ചല്ല. APJ അബ്ദുൽ കലാം പണ്ട് പറഞ്ഞ നിങ്ങൾ ഉറങ്ങാൻ അനുവദിക്കാത്ത സ്വപ്നം ഉണ്ടല്ലോ, ആ സ്വപ്നം നിങ്ങൾ കാണണം. നിങ്ങൾ 2030-ലും 40-ലും 50-ലും ഒക്കെ ഏറ്റവും മനോഹരമായി ജീവിക്കേണ്ട മനുഷ്യന്മാരാണ്. ആ 2040-ലെ സാഹചര്യം എന്താവുമെന്നും അന്ന് ഏറ്റവും മികച്ച ഞാനായിക്കൊണ്ട് ഞാൻ ഉണ്ടാകുമെന്നും നിങ്ങൾ സ്വപ്നം കണ്ടാൽ മതി. നിങ്ങൾ അതിതീവ്രമായ സ്വപ്നം കണ്ടാൽ അതിലേക്കുള്ള വഴികളും നിങ്ങൾ തന്നെ കണ്ടെത്തും. നിങ്ങൾ വെറുതെ മരിച്ചു പോവേണ്ട, ചരമക്കോളത്തിൽ ഉണ്ടാവേണ്ട ഒരു പേരൊന്നും അല്ല. പകരം നിങ്ങളിൽ ഓരോരുത്തരും ഈ നാട്ടിൽ അടയാളപ്പെടുത്തേണ്ട ആളുകളാണ്. നിങ്ങൾ ഓരോരുത്തരും നാളെ ഈ സ്റ്റേജിൽ ഇതുപോലെ വന്നിരിക്കേണ്ട മനുഷ്യന്മാരാണ്. ഇതിലും വലിയ വേദികൾ കണ്ടെത്തേണ്ട മനുഷ്യന്മാരാണ്. നിങ്ങൾ ഓരോരുത്തരും ഇൻസ്പയർ ചെയ്യാൻ വേണ്ടി ജനിച്ച ആളുകളാണ്. ആ ഇൻസ്പിറേഷൻ നിങ്ങൾക്ക് തലമുറകളിലേക്ക് കൊടുക്കാൻ പറ്റണം. നിങ്ങൾ എന്തിനു പടച്ചു എന്ന് പടച്ചോൻ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനു സൃഷ്ടിക്കപ്പെട്ടു എന്ന് നിങ്ങൾ തന്നെ ചോദിക്കുമ്പോൾ, എന്തിനാണ് എന്നർത്ഥമുള്ള കുട്ടികളായി തീരണം. അതിന് നിങ്ങൾ പഠിക്കേണ്ട വേണം. ആ പഠനം ക്ലാസ് മുറികളിലും വേണം, അതിൻ്റെ അപ്പുറത്തും വേണം. ഒരു സ്കൂളിലുള്ള പഠനം കേവലം ക്ലാസ് മുറിയിലില്ല, അതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയാലേ നിങ്ങൾ ആ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ഇവിടെ നടക്കുള്ളൂ. നമുക്ക് നടത്തണടോ. നിങ്ങൾ ആരാവെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടെ
എന്ന് പറയുന്നത് എന്തോ ഒരു മേന്മയാണെന്നൊന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ വില കുറച്ച് കാണുകയാണ്. നിങ്ങൾ ഒരുപാട് സ്കില്ലുമായിട്ട് ജനിച്ച മനുഷ്യന്മാരാണ്. നിങ്ങൾക്ക് ഉണ്ട് ആ സ്കില്ല്. പക്ഷെ ആ സ്കില്ലിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടാ. ഒച്ച ഉണ്ടാക്കാനുള്ള സ്കില്ലില്ലേ? ഇല്ലേ? ഇല്ലേ? ബഹളം ഉണ്ടാക്കാനുള്ള സ്കില്ലില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ ആർജിച്ചെടുത്തോ. ഭയങ്കര ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ സ്മാർട്ടായിട്ട് നിൽക്കാൻ, ആൾക്കാരുടെ മുന്നിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും സ്മാർട്ടായിട്ട് നിൽക്കാൻ, വർത്തനം പറയാൻ, തിരിച്ചു പറയാൻ. ഇതിൻ്റെ അപ്പുറത്തേക്ക് നിങ്ങൾ ആരാന്ന് ചോദിച്ചാൽ പിന്നീടൊരു കാലത്ത് നിങ്ങളുടെ പേരിൽ സ്കൂൾ അറിയപ്പെടാൻ. ഞാൻ വരുന്ന വഴിയിൽ എന്നോടൊരാൾ പറഞ്ഞല്ലോ അവരൊക്കെ പഠിച്ച സ്കൂളാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ മനസ്സിലാക്കുമല്ലോ. ഇതുപോലെ നിങ്ങൾ ഓരോരുത്തരും പഠിച്ച സ്കൂളായിക്കൊണ്ട് പിന്നീട് ഇത് അറിയപ്പെടട്ടെ. അയ്യേ ഞാനോ എന്ന് വിചാരിക്കേണ്ട. നിങ്ങൾ ഓരോരുത്തരും അതിനുള്ള മനുഷ്യന്മാരാണ്. അത് നിങ്ങൾ തിരിച്ചറിയുന്നത് വരെ മാത്രം. നിങ്ങൾ തിരിച്ചറിയാത്തിടത്തോളം കാലം ഈ പറഞ്ഞ നിങ്ങൾ യാന്ത്രികമായ ജീവിതം ഉണ്ടാവും. യാന്ത്രികമായി ജീവിക്കരുത് കേട്ടോ. ചരിത്രം അറിയുന്ന, സാമൂഹിക ബോധ്യമുള്ള, ഈ പറഞ്ഞ പോലെ സർഗാത്മകതയുള്ള കുട്ടികളായിട്ട് നിങ്ങൾ മുന്നോട്ട് പോയാൽ ബാക്കി എല്ലാ കുട്ടികളെക്കാൾ കൂടുതലായിക്കൊണ്ട് നിങ്ങൾ ഭയങ്കര വേവ്സ് ഉള്ള ആൾക്കാരോ, ഭയങ്കര ഒരു എന്താ പറയുക, കണ്ടൻറ്റഡ് ആയിട്ടുള്ള മനുഷ്യന്മാരാണെന്നറിയില്ലേ? അങ്ങനെ ആയാലേ നമുക്ക് അതിജീവിക്കാനും പറ്റൂ, മനോഹരമായി ജീവിക്കാനും പറ്റൂ. പ്രിയമുള്ളവരെ, ഒരൊറ്റ വിഷയത്തിൽ ഊന്നി നടത്തിയൊരു സംസാരമേ അല്ല. കൂടുതലായി ദീർഘിപ്പിക്കാനും ആഗ്രഹിക്കുന്നില്ല. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ മറ്റോ ഉണ്ടെങ്കിൽ മാത്രം ചോദിക്കാം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നിങ്ങളുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിയുന്നത് വരെ മാത്രമേ എനിക്കിത് അറിഞ്ഞൂടാ എന്നൊരു യാന്ത്രിക ജീവിതത്തിന് സ്കോപ്പുള്ളൂ. അത് നിങ്ങൾ തിരിച്ചറിയണം. ഇതിനപ്പുറത്തേക്ക് നിങ്ങൾ ഓരോരുത്തരും ഭയങ്കര രസമായിട്ട് ജീവിക്കാൻ അർഹതയുള്ള മനുഷ്യന്മാരാണ്. അത് നിങ്ങൾ തന്നെ മനസ്സിലാക്കണം. കേവലമായ പഠനത്തിനപ്പുറത്തേക്ക് ചരിത്രബോധവും സാമൂഹിക ബോധവും രാഷ്ട്രീയ ബോധവും ഉള്ള കുട്ടികളായാൽ മാത്രമേ ഡെപ്തുള്ള കുട്ടികളാവാൻ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ രസമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കുട്ടികളാവുള്ളൂ. ആ സ്വപ്നങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ കഴിവിൽ തന്നെ ആത്മവിശ്വാസമുള്ള കുട്ടികളാവുക. കേവലമായ പഠനത്തിനപ്പുറത്തും ഈ കാലഘട്ടത്തെ നിങ്ങൾ ഏറ്റവും മനോഹരമായി വിനിയോഗിക്കുക എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ഏവർക്കും നന്ദി. ജയ് ഹിന്ദ്.